നമസ്കാരം. ആചാര്യ വിഷ്വൽ മീഡിയയുടെ പുതിയ ഒരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ജ്യോതിഷ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളുടെ ഈ ചാനലിലൂടെ മാക്സിമം കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മാന്യ പ്രേക്ഷകരുടെ പലരുടെയും ലെറ്റർ വരുന്നുണ്ട് നമുക്ക്. അതേപോലെ തന്നെ വാട്സപ്പിലൂടെയുള്ള ക്വസ്റ്റ്യൻ അതിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും ജനന തീയതിയെ പറ്റിയോ ജനന സമയത്തെ പറ്റിയോ പഴയ തലമുറയിലുള്ളവർ എഴുതി വെച്ചിട്ടില്ല. ഇപ്പോഴായാലും പലർക്കും ജനനസമയത്തിൻ്റെ പ്രാധാന്യം അപ്പം കറക്റ്റായിട്ട് എഴുതി വെക്കണമെന്ന് ഒന്നും അറിയാത്ത പലരുമുണ്ട്. അപ്പോൾ അതിൽ പ്രകാരം നമുക്ക് ഹസ്തരേഖയിലൂടെ, അതായത് നമ്മുടെ തലയിലെഴുത്ത് പൂർണ്ണമായിട്ടും ഹസ്തരേഖയിലൂടെ അറിയാം. ഹസ്തരേഖയിലൂടെ അറിയുന്നതിന് വേണ്ടി ജനനത്തീയതിയോ ജനിച്ച സമയം ഒന്നും വേണ്ടെന്ന് നമ്മൾ നമ്മുടെ ചാനൽ പ്രോഗ്രാമിലും പറയുന്നുണ്ട്. അതിന് പ്രകാരം പ്രേക്ഷകരുടെ ഒരു സംശയ നിവാരണത്തിനായിട്ട് നമ്മളിപ്പം പുതിയൊരു ടോപ്പിക് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഹസ്തരേഖയിലൂടെ നമ്മുടെ കാര്യങ്ങൾ എങ്ങനെ അറിയാം എന്നുള്ളതിനെക്കുറിച്ച്. അപ്പം നമുക്കത് സാറിനോട് തന്നെ ചോദിക്കാം. സാർ അതിനുള്ള മറുപടി തരും. ഇന്ന് മുതൽ നമ്മളത് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ആരും നമ്മുടെ ഒരു എപ്പിസോഡ് പോലും വിടാതെ കൃത്യമായിട്ട് കാണാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സാർ അതിനുള്ള മറുപടി പറയുന്നു. ഇപ്പോൾ നമ്മൾ പുതിയ ഒരു ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ജയശ്രീ പറഞ്ഞതുപോലെ ധാരാളം ആൾക്കാർക്ക്, കാരണം അതിന് പ്രധാന കാരണം 4 ലക്ഷത്തോളം പേരെ കൺസൾട്ട് ചെയ്തിട്ടുണ്ട്. 4 ലക്ഷത്തോളം പേരുടെ ഹസ്തരേഖ പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടുതൽ ആൾക്കാർ ഹസ്തരേഖയെക്കുറിച്ച് ചോദിക്കാനും അത് മനസ്സിലാക്കാനുമായിട്ട് കൺസൾട്ടേഷന് വരുന്നതിന് കാരണം. അതിൽ പ്രധാനമായിട്ടുള്ള വിഷയം, പലർക്കും ജാതകം ഉണ്ടാവുകയില്ല, സമയം കറക്റ്റായിട്ട് അറിയില്ലായിരിക്കാം. പിന്നെ ഇന്ന് ഉള്ള ഒരു ഏറ്റവും വലിയ പ്രത്യേകത പ്ലാൻഡ് ആയിട്ടുള്ള ഡെലിവറിയാണ്. ഡോക്ടറുടെ സൗകര്യാർത്ഥം, പേഷ്യൻറ്റിൻ്റെ സൗകര്യാർത്ഥം നക്ഷത്രം നോക്കി, നല്ല മുഹൂർത്തം നോക്കി ഒക്കെ പ്രസവിപ്പിക്കാറുണ്ട്. ഇങ്ങനെ ജാതകങ്ങൾ തയ്യാറാക്കി വരുമ്പോൾ പലപ്പോഴും ആ ജാതകത്തിൽ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാവുന്നത്. അപ്പോൾ എഴുതിയ ജ്യോത്സ്യനെ തെറി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ജ്യോത്സ്യനൊന്നും അറിഞ്ഞിട്ടെന്ന് പറയുന്നതിലോ കാര്യമില്ല. കാരണം ഒരു ജ്യോതിഷിയുടെ മുമ്പിൽ നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ് ഓഫ് ബർത്ത് ടൈം വച്ചിട്ട് അവർ ഗണിച്ച് ജാതകം തയ്യാറാക്കി തരും. അതിനപ്പുറത്തേക്ക് അവർക്കൊന്നും അറിയില്ല. അവർക്ക് കിട്ടിയ സമയത്തെ ആസ്പദമാക്കി ജാതകം തയ്യാറാക്കും. അപ്പോൾ ജാതകത്തിൽ ഇന്ന പ്രായത്തിൽ വിവാഹം നടക്കും, അല്ലെങ്കിൽ ഇന്ന പ്രായത്തിൽ ജോലി കിട്ടും, വിദ്യാഭ്യാസപരമായിട്ട് അവർ ഉയർന്നു പോവും എന്നൊക്കെ എഴുതി വയ്ക്കുമെങ്കിലും പലപ്പോഴും ഈ സമയങ്ങളിൽ ഇതൊന്നും സംഭവിക്കാറില്ല. അങ്ങനെ വരുമ്പോൾ പലരുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോവും. പക്ഷേ രേഖാശാസ്ത്രം അങ്ങനെയല്ല. രേഖ എന്ന് പറയുന്നത് നമ്മൾ ജനിച്ചതിന് ശേഷം വരുന്നതല്ല. ജാതകം എപ്പോഴും നമ്മൾ ജനിച്ചതിന് ശേഷം തയ്യാറാക്കുന്നതാണ്. പക്ഷേ ഹസ്തരേഖാശാസ്ത്രം ജനിച്ചതിന് ശേഷമുള്ളതല്ല. ഗർഭപാത്രത്തിൽ വച്ച് തന്നെ രേഖ ഉത്ഭവിക്കുന്നു എന്നാണ്. ശരീര രൂപാന്തരം സംഭവിക്കുന്നതിനൊപ്പം തന്നെ കൈകളിൽ രേഖകൾ ഉടലെടുക്കും. അപ്പോൾ പ്രസവിച്ച് വരുന്ന ഒരു കുഞ്ഞിൻ്റെ, അല്ലെങ്കിൽ ഡെലിവറി കഴിഞ്ഞ് ഉടനെ തന്നെ ഒരു കുഞ്ഞിൻ്റെ കൈ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഭാവി ജീവിതം, അവൻ ആരാണ്, അവൻ ഏത് നിലയിൽ എത്തിച്ചേരും എന്നെല്ലാം അവൻ്റെ തലയിൽ എഴുതപ്പെട്ടിരിക്കുകയാണ്. അതുമാത്രമല്ല, ഇപ്പോൾ ജാതകത്തിൽ വന്ന വ്യത്യാസങ്ങൾ പലപ്പോഴും കാണാറുണ്ട്. ഞാനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇരട്ട പ്രസവിച്ച 2 കുട്ടികൾ, ശരിക്ക് 1 മിനിറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഡെലിവറി സംഭവിച്ചത്. 2 കുട്ടികളെയും കണ്ടാൽ ഒരുപോലെ ഇരിക്കും. 2 പെൺകുട്ടികൾ. ഞാൻ തന്നെ ജാതകം എഴുതി കൊടുത്തതാണ്. പ്രസവിച്ച അമ്മയ്ക്ക് തന്നെ മക്കളെ തിരിച്ചറിയാൻ പറ്റില്ല, അത്ര സാമ്യമുണ്ട്.
രണ്ടുപേരുടെയും ഗ്രഹനിലയിൽ ഒരു വ്യത്യാസവുമില്ല. ജാതകം ഒരേ ജാതകം. അപ്പോൾ ഒരു ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയാൽ ജ്യോത്സ്യന് ഒരേപോലെ ജാതകം എഴുതാൻ പറ്റുള്ളൂ. ഒരു ജാതകം എഴുതിയിട്ട് ആ ജാതകത്തെ കോപ്പി ചെയ്യാനേ പറ്റുള്ളൂ. കാരണം ഗ്രഹനില, അംശകം, അഷ്ടവർഗം എല്ലാം സെയിം, ഒന്നും മാറിയിട്ടില്ല. ഒരു മിനിറ്റിൻ്റെ വ്യത്യാസത്തിൽ ഒന്നും സംഭവിച്ചിട്ടില്ല. കുട്ടികൾ കാണാനും ഒരുപോലെയാണ്. പക്ഷേ ഇവരെ രണ്ടുപേരുടെയും ഹസ്തരേഖ ഞാൻ പരിശോധിച്ചപ്പോൾ 2 ആയിട്ട് ദൈവം എഴുതി വച്ചിരിക്കുകയാണ്. ഒരാളുടെ തലയിൽ എഴുതി വച്ചിരിക്കുന്നതുമായിട്ട് യാതൊരു ബന്ധവുമില്ല അടുത്ത ആളിന്. അപ്പോൾ തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കൈ. അപ്പോൾ ചിലർ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, കൈയില്ലാത്തവരുടെ ഫലം എങ്ങനെ പറയും? ഒരാൾ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ്. കൈയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ ഫലം പറയും? ഭഗവാൻ നമ്മളെ തലയിലെഴുത്തിൻ്റെ ഫോട്ടോ കോപ്പിയാണ് കയ്യിൽ വരച്ചിരിക്കുന്നത് പോലെ തന്നെ കാലിൻ്റെ അടിസൈഡിലും രേഖ വരച്ചിട്ടുണ്ട്. കാലും കയ്യും ഇല്ലാത്ത ഒരാളിൻ്റെ ഫലപ്രവചനം നടത്തണമെങ്കിൽ മറ്റ് സാമുദ്രിക ശാസ്ത്രമുണ്ട്, നമ്മളെ മുഖത്ത് തന്നെ എഴുതി വച്ചിട്ടുണ്ട്. സാമുദ്രിക ശാസ്ത്രപ്രകാരം പഠിച്ച ആൾക്കാർക്കറിയാം, ഒരാളിൻ്റെ മുഖം നോക്കിയാൽ അവരെക്കുറിച്ച് അവർക്കെല്ലാം പറയാൻ സാധിക്കും. അപ്പോൾ തലയില്ലാതെ ആരെങ്കിലും ജീവിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ഇങ്ങനെ ആളുകൾ കളിയാക്കി ചോദിക്കുന്നവർക്ക് നമുക്ക് മറുപടിയില്ല. കാരണം അവരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും. ആ വിഷയത്തെക്കുറിച്ച് നമ്മൾ വരികയാണെങ്കിൽ ഈ 2 പേരുടെ കയ്യിലും 2 രീതിയിലാണ് ദൈവം എഴുതിയിരിക്കുന്നത്. ഒരാളുടെ കയ്യിലുള്ള പല രേഖകളും മറ്റേ കയ്യിലില്ല. അതിന് ഉദാഹരണമായിട്ട് നമ്മൾ ആധാർ എടുക്കുകയോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പോകാൻ വേണ്ടി പാസ്പോർട്ട് എടുക്കാനോ ഒക്കെ പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അപ്പോഴറിയാം ഒരാളിൻ്റെ ഫിംഗർ പ്രിൻ്റ് കൊണ്ട് മറ്റൊരാളിന് പോകാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണ്? ദൈവം 2 പേരുടെ ഭൂമിയിൽ എത്ര ജന്മം നടന്നിട്ടുണ്ടോ, എത്ര പേര് ജീവിച്ചിരിപ്പുണ്ടോ, എല്ലാവരുടെയും കൈകൾ വ്യത്യസ്തമാണ്. ഒരേ സമയത്ത് ജനിച്ച ആൾക്കാർ ഒരുപാട് പേരുണ്ടാവും ലോകത്ത്. ഒരേ സെയിം ടൈമിൽ ജനിച്ച ഒരേ ആൾക്കാരുണ്ടാവും ഇന്ത്യയിൽ, ലോകത്തായിട്ട്. ഉദാഹരണം, നരേന്ദ്രമോദി ജനിച്ച സമയത്ത് അദ്ദേഹം ജനിച്ചത് 1950 സെപ്റ്റംബർ മാസം 17-ാം തീയതി ഉച്ചയ്ക്ക് 11 മണി 2 മിനിറ്റിനാണ് 11 മണി 2 മിനിറ്റിനാണ് അനിഴ നക്ഷത്രത്തിൽ ജനിച്ചത്. അതേ സമയത്ത് ലോകത്ത് എത്രയോ ജന്മം നടന്നിട്ടുണ്ടാവാം, എത്രയോ പേര് ജനിച്ചിട്ടുണ്ടാവാം. അവരെല്ലാം പ്രധാനമന്ത്രിമാരാവില്ല, അദ്ദേഹത്തിനെ പോലെ ആവില്ല. അപ്പോൾ ഇതുപോലെ ഓരോ വ്യക്തികൾ ജനിക്കുന്ന സമയത്തും ധാരാളം ജന്മം നടക്കും. പക്ഷേ അവരുടെ തലയിൽ എഴുതി വെച്ചതാണ് നടക്കപ്പെടുന്നത്. അവരുടെ തലയിൽ എന്ത് എഴുതി വച്ചിരിക്കുന്നുവോ അത് നമുക്ക് കയ്യിലൂടെ നോക്കി മനസ്സിലാക്കാൻ സാധിക്കും. കൈരേഖയിലൂടെ മാത്രമേ അത്ര വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ജ്യോതിഷത്തിൽ ചിലപ്പോൾ ജ്യോതിഷം ജനനം കറക്റ്റ് അല്ലെങ്കിൽ ജ്യോതിഷത്തിൽ തെറ്റ് വരാം, ജാതകത്തിൽ പിഴവ് വരാം. പക്ഷേ നമ്മുടെ ഹസ്തരേഖയിൽ ഒരിക്കലും പിഴവ് വരികയില്ല. അത് മനസ്സിലാക്കിയിട്ടാണ് നമ്മളെ പൂർവികരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? അവർ പണ്ട് തൊട്ട് ഒരു സൈൻ ചെയ്യാനൊന്നും അവർക്കറിയില്ല, പക്ഷേ വിരൽ വച്ച് അവർ ഒപ്പിടും. അതിലൊരു ഷൂ വരയ്ക്കും, വിരൽ വച്ച് അവർ മഷിയിൽ മുക്കി വിരലടയാളം എടുത്തിട്ട് അതിൽ സൈൻ ചെയ്യും. ഇതൊക്കെ 10-100 വർഷങ്ങൾക്ക് മുമ്പേ നമ്മളെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴാണ് മറ്റ് രാജ്യക്കാർ തന്നെ അത് മനസ്സിലാക്കി തുടങ്ങിയത്. പണ്ട് തൊട്ട് കേസന്വേഷണത്തിന് ഏറ്റവും സഹായകരമായി ചെയ്യുന്ന ഒന്നാണ് ഫിംഗർ പ്രിൻറ്റ്. ഇതെല്ലാം എന്തുകൊണ്ട് എന്ന് വെച്ചാൽ ഒരാളിൻ്റെ കൈരേഖ പോലെ മറ്റൊരാളിന് ഇല്ല. അപ്പോൾ രേഖാശാസ്ത്രം നമ്മൾ നോക്കുമ്പോൾ വളരെ നമുക്ക് അതിശയം തോന്നിപ്പോകും. ഞാൻ 49 ലോക രാജ്യങ്ങളിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 100 രാജ്യത്തിൽ കൂടുതലുള്ള ആൾക്കാരെ നോക്കാനുള്ള അവസരം ദൈവം എനിക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഇവരെയൊക്കെ നോക്കിയതിൽ
ലോകത്തുള്ള ആൾക്കാരുടെ എല്ലാം നമുക്ക് ഡേറ്റ് ഓഫ് ബർത്തോ ടൈമോ ഒന്നും തന്നെ അവർക്കില്ല. നമ്മൾ ഇന്ത്യയിലുള്ളതിൽ തന്നെ ഒരു വിഭാഗം ആൾക്കാർ മാത്രമേ അതൊക്കെ തയ്യാറാക്കി വച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവർ ഇതൊന്നും തയ്യാറാക്കി വച്ചിട്ടില്ല. അവർക്ക് ചിലപ്പോൾ ഡേറ്റ് ഓഫ് ബർത്ത് അറിയായിരിക്കും, ടൈം കറക്റ്റായിട്ട് അറിയില്ലായിരിക്കാം. മറ്റ് വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും അതേ അവസ്ഥ തന്നെയാണ്. അപ്പോൾ ഇതിനെല്ലാം നമുക്ക് കയ്യിലൂടെ ഒരേ ഒരു ഇതേ ഉള്ളൂ, അവരെ കൈ കിട്ടിയാൽ മതി. അവർ ഏത് നിലയിൽ എത്തിച്ചേരും, എവിടെ പോവും, അവരുടെ ജീവിതം എന്താണ്, അവർക്ക് ഏത് മേഖലയിലൂടെയാണ് പോകാൻ സാധിക്കുക, ഏത് മേഖലയിൽ പോയാൽ അവർ സക്സസ് ആവും, ഇതെല്ലാം ദൈവം എഴുതിയാണ് ഇങ്ങോട്ട് വിടുന്നത്. അപ്പോൾ അതിനെ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്ക് അവരുടെ ജീവിതം സക്സസ് ആക്കി കൊണ്ടുപോകാൻ സാധിക്കും എന്നുള്ളതിന് സംശയം വേണ്ട. അത് രേഖാശാസ്ത്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അപ്പോൾ ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ ഇതിൻ്റെ വിശദമായി നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ കൈയും കൂടി പരിശോധിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരാം. കാരണം ഞാൻ എത്രയോ ആൾക്കാരെ പഠിപ്പിച്ച ആളാണ്, രേഖാശാസ്ത്രം പഠിപ്പിച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ആ പഠിപ്പിച്ച രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൂടി മനസ്സിലാകത്തക്ക രീതിയിൽ രേഖാശാസ്ത്രത്തിലൂടെ നമ്മളെ കൈ നോക്കി നമുക്ക് മനസ്സിലാക്കാം. അത് ഞാൻ അടുത്ത എപ്പിസോഡുകളിൽ നമുക്ക് ഓരോ പാർട്ടായിട്ട് പരിശോധിക്കാം. ഇന്ന് ഈ അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. സാറ് ഇന്ന് ഹസ്തരേഖ എന്താണെന്ന്, അതായത് ജനന തീയതിയോ ജനിച്ച സമയമോ ഇല്ലാതെ നമുക്കൊരാളുടെ ഭാവി എങ്ങനെ അറിയാമെന്നുള്ളത് ഏകദേശം നിങ്ങൾക്ക് ഐഡിയ തന്നിട്ടുണ്ട്. ഇനിയും ഇതിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെന്നതിൽ സാറിൻ്റെ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. കൺസൾട്ടേഷന് വേണ്ടിയിട്ട് ഓഫീസ് തിരുവനന്തപുരത്ത് വഴുതക്കാടുണ്ട്. വഴുതക്കാട് MB അമ്പട്ടൻ റോഡിലാണ് നമ്മളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ഫോൺ നമ്പർ സാറിനെ കാണാൻ വേണ്ടിയിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടത് ബുക്കിംഗ് നമ്പറുമായിട്ടുള്ളത് ഞാൻ പറഞ്ഞു തരാം. 9847064540. അതേപോലെ തന്നെ സാറിൻ്റെ ഓൺലൈൻ കൺസൾട്ടേഷൻ അവൈലബിൾ ആണ്. ഓൺലൈൻ കൺസൾട്ടേഷന് വേണ്ടി 9895667700. ഈ നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് കൊടുത്തു കഴിഞ്ഞാൽ കൺസൾട്ടേഷൻ്റെ പ്രൊസീജിയർ കറക്റ്റായിട്ട് അറിയിക്കുന്നതാണ്. ആ പ്രൊസീജിയർ കേട്ടതിന് ശേഷം നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി തരുന്നതായിരിക്കും. അതേപോലെ തന്നെ ഓൺലൈനും ഓഫീസ് കൺസൾട്ടേഷനും നിങ്ങൾക്ക് ഏത് സമയത്താണെങ്കിലും സാറ് നാട്ടിലുള്ള സമയത്ത് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ സാറിന് ദുബായിൽ കരാമയിൽ ഓഫീസുണ്ട്. വിദേശ മലയാളികൾക്ക് വേണ്ടിയിട്ട് തുടങ്ങിയിരിക്കുന്നതാണ്. അവിടത്തേക്ക് വേണ്ടിയിട്ടും നമ്മുടെ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് വിദേശത്ത് ബുക്ക് ചെയ്യാവുന്ന, അതായത് ദുബായിൽ ബുക്ക് ചെയ്യാവുന്ന നമ്പർ കൂടി കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഇന്ന് ഏകദേശം ഹസ്തരേഖ എന്താണ് എന്നുള്ളത് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിക്കാണും. ഇതിനെക്കുറിച്ച് കുറച്ചുകൂടി വിശദമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നതായിരിക്കും. അതിൽ വരുന്നത് വരെയും എല്ലാവർക്കും നന്ദി, നമസ്കാരം.